Hello, Bharatiyar University Distance Education, First Year BA English. Paper 1 English, Unit 1 Lesson 4 Lalaji by Jim Corbett. Text: The passenger steamer was late in arriving from Samaria Hat. I was standing on the landing stage, watching the passengers disembark and hurry up the ramp to the broad gauge train, which I had arranged to detain a few minutes for them. Last to leave the steamer was a thin man with eyes sunk deep in their socket, wearing a patched suit, which in the days of long ago had been white, and carrying a small bundle tied up in a colored handkerchief. By clutching the handrail of the gangway for support, he managed to gain the landing stage, but he turned off at the ramp, walked with slow and feeble steps to the edge of the river, and was violently and repeatedly sick. Having stopped to wash his face, he opened his bundle, took from it a sheet, spread it on the bank, and lay down with the gang's water lapping the soles of his feet. Evidently, he had no intention of catching the train, for when the warning bell rang and the engine whistled, he made no movement. He was lying on his back, and when I told him he had missed his train, he opened his sunken eyes to look up at me and said, I have no need of trains, Sahib, for I am dying. അപ്പോൾ ജിം കോർബറ്റിൻ്റെ ലാലാജി എന്നുള്ള പ്രോസാണ് നമുക്ക് ഇംഗ്ലീഷിലെ യൂണിറ്റ് 1 4ാമത്തെ ലെസണായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ തുടങ്ങാം. സമരിയ ഹാറ്റിൽ നിന്നും പാസഞ്ചർ സ്റ്റീമർ എത്താൻ വൈകിയിരുന്നു. അതായത് ട്രെയിന് പാസഞ്ചർ സ്റ്റീമർ. ഞാൻ ലാൻഡിംഗ് സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു. ഇവിടെ ഞാൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ ജിം കോർബറ്റ് ആയിരിക്കാം, നമ്മുടെ ഓതർ തന്നെ ആയിരിക്കാം. അപ്പോൾ ഞാൻ ലാൻഡിംഗ് സ്റ്റേജിൽ നിൽക്കുകയായിരുന്നു. പാസഞ്ചേഴ്സ് ഇറങ്ങുന്നതും ട്രെയിനിലേക്കുള്ള ആ ഒരു റാമ്പിൽ യാത്രക്കാരെ വേഗത്തിലാക്കുന്നതിനൊക്കെ ആയിട്ട് ഞാൻ അവരെ നിരീക്ഷിക്കാനൊക്കെ ആയിട്ട് നിന്നിരുന്നു. ഡിസംബാർക്ക് വേർഡ് മീനിങ് ഇറങ്ങുക, ഹറിയപ്പ് വേഗത്തിലാക്കുക. അപ്പോൾ അവസാനമായിട്ട് ഒരു മെലിഞ്ഞ ഒരു മനുഷ്യൻ വിത്ത് ഐ സങ്ക് ഡീപ്പ് ഇൻ ദെയർ സോക്കറ്റ്സ്, കണ്ണുകൾ കുഴിഞ്ഞ ഒരു മെലിഞ്ഞ ഒരു മനുഷ്യൻ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായിട്ടാണ്. ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് അത് വൈറ്റായിട്ടുള്ള ഒരു കളറായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് പാച്ച്ഡായിട്ട്, അത് കീറിപ്പോയിട്ട് മുഷിഞ്ഞൊക്കെ ഉള്ള ഒരു ഡ്രസ്സിലാണ് ആ ഒരു മനുഷ്യന് പ്രത്യക്ഷപ്പെട്ടത്. മാത്രമല്ല അയാളുടെ കയ്യിലൊരു സ്മോൾ ബണ്ടിൽ, ഒരു ചെറിയ ബണ്ടിലുണ്ടായിരുന്നു. അത് കളറുള്ള ഹാൻഡ് കർച്ചീഫ് കൊണ്ട് പൊതിഞ്ഞിരുന്നു. ഒരു സപ്പോർട്ടിനായിട്ട് ഗാങ്വേയുടെ, അതായത് നടപ്പാതയുടെ ഹാൻഡ് റെയിൽ മുറുകെ പിടിച്ചിരുന്നു. ഹാൻഡ് റെയിൽ, കൈവരി, ക്ലച്ചിങ് മുറുകെ പിടിക്കുക. അയാൾ ലാൻഡിംഗ് സ്റ്റേജിലേക്ക് എത്താൻ വേണ്ടി കഷ്ടപ്പെട്ടു. അങ്ങനെ പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും അയാൾ തിരിഞ്ഞ് പോയി, റാമ്പിൽ നിന്നും തിരിഞ്ഞു പോയി. എന്നിട്ട് ദുർബലമായ സ്റ്റെപ്സോടെ, ഒരു വലിയ ശക്തിയൊന്നുമില്ലാതെ നദിയുടെ അടുത്തേക്ക് അയാൾ പോവുകയാണ്. ആൻഡ് അയാൾ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര അസുഖം ബാധിച്ചവനെ പോലെ തോന്നുന്നുണ്ടായിരുന്നു. ആ നദിക്കരയിലെത്തിയിട്ട് അയാൾ മുഖം കഴുകി, എന്നിട്ട് അയാളുടെ ബണ്ടിൽ ഓപ്പൺ ചെയ്തു. അതിൽ നിന്നും ഒരു ഷീറ്റ് എടുത്തു, അത് ആ നദിക്കരയിൽ വിരിച്ചു. എന്നിട്ട് അതിൽ കിടന്നു. ആ ഗംഗയിലെ വാട്ടർ, അതിലെ വെള്ളം അയാളുടെ കാലിലേക്ക് എത്തുന്ന തരത്തിലാണ് അയാൾ കിടന്നത്. ഇപ്പോൾ സ്പഷ്ടമായിട്ട് തന്നെ മനസ്സിലാകും അയാൾക്ക് ഈ ട്രെയിൻ ക്യാച്ച് ചെയ്യാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ല. കാരണം ട്രെയിൻ പോകാൻ വേണ്ടിയിട്ടുള്ള വാർണിംഗ് ബെല്ലും അതുപോലെ എൻജിൻ വിസിലടിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഇയാൾക്ക് യാതൊരു കുലുക്കമില്ല. അതിൽ പോകാനുള്ള ആളാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുമല്ലോ. പക്ഷെ ഇയാൾക്ക് യാതൊരു കുലുക്കമില്ല, ഇയാൾ അവിടെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ ഇയാൾ, അതായത് ജിം കോർബറ്റ്, ഇയാളടുത്ത് ചെന്നിട്ട് നിങ്ങൾ ട്രെയിൻ മിസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ കണ്ണ് ഓപ്പൺ ചെയ്തിട്ട്, അയാളുടെ സങ്കനായിട്ടുള്ള, മുങ്ങിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ കുഴിഞ്ഞു പോയിട്ടുള്ള ആ കണ്ണുകൾ ഓപ്പൺ ചെയ്തിട്ട് ഇയാളുടെ അടുത്ത് പറയാണ്, എനിക്ക് ട്രെയിനിൻ്റെ ആവശ്യമില്ല, കാരണം ഞാൻ മരിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പാരഗ്രാഫ്.
It was the mango season, the hottest time of the year, when cholera is always at its worst. When the man passed me at the foot of the gangway, I suspected he was suffering from cholera, and my suspicions were confirmed when I saw him being violently sick. In reply to my questions, the man said he was traveling alone and had no friends at a Mokeme Gut. So I helped him to his feet and led him the 200 yards that separated my bungalow from the gangs. Then I made him comfortable in my Panka Kuli's house, which was empty and detached from the servants' quarters. അപ്പോൾ അതൊരു മാംഗോ സീസൺ ആയിരുന്നു, ഒരു മാമ്പഴക്കാലമായിരുന്നു. അതായത് വർഷത്തിലെ ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയം. ആ സമയത്ത് തന്നെയാണ് കോളറ അതിൻ്റെ മോശമായിട്ടുള്ള കണ്ടീഷനിൽ ഉണ്ടായിരുന്നത്. അതായത് വളരെയധികം കോളറ വ്യാപിച്ചിരുന്ന ഒരു സമയമായിരുന്നു അത്. ആ മനുഷ്യൻ എന്നെ കടന്നു പോയപ്പോൾ എനിക്ക് അയാൾക്ക് കോളറയാണോ എന്ന ഒരു സംശയം വന്നു. എൻ്റെ ആ സംശയം പിന്നീട് ഞാൻ ഉറപ്പിച്ചു. കാരണം അയാൾ ഒരു ഭയങ്കരമായിട്ട് സിക്കായിട്ട് തോന്നി, ഭയങ്കരമായിട്ടൊരു അസുഖബാധിതനായിട്ട് അയാളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അയാൾക്ക് കോളറയാണ് എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ചു. എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആ മനുഷ്യൻ പറഞ്ഞത് അയാൾ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്, അതുപോലെ മൊക്കേമ ഹട്ട് ഗട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അയാൾക്ക് ഫ്രണ്ട്സ് ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അയാളെ സഹായിക്കാനായിട്ട് തീരുമാനിച്ചു. എൻ്റെ ബംഗ്ലാവ് അവിടെ നിന്നും 200 യാർഡ് അപ്പുറത്തായിരുന്നു. അവിടേക്ക് ഞാൻ അയാളെ കൊണ്ടാക്കി. അവിടെ എൻ്റെ പങ്ക കുലിയുടെ ഹൗസ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അവിടെ ഞാൻ അയാളെ താമസിപ്പിച്ചു. അത് ഈ ബംഗ്ലാവിലെ സെർവൻറ്റുകളുടെ, അതായത് അവിടുത്തെ വേലക്കാരുടെ ക്വാർട്ടേഴ്സിൽ നിന്നും കുറച്ച് അകലെയായിരുന്നു. ഡിറ്റാച്ച്ഡ്, വേറിട്ട, അതായത് ആ ക്വാർട്ടേഴ്സിൽ നിന്നും കുറച്ച് വേർപെട്ടിട്ടായിരുന്നു ഇയാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച ആ ഒരു സ്ഥലം ഉണ്ടായിരുന്നത്. I had been at Mokeme Gut 10 years, employing a large labor force. Some of the people lived under my supervision in houses provided by me, and the balance lived in surrounding villages. I had seen enough of cholera among my own people and also among the villagers to make me pray that if I ever contracted the hateful and foul disease, some good Samaritan would take pity on me and put a bullet through my head or give me an overdose of opium. ഇനി ഈ ആളെക്കുറിച്ച് പറയാണ്. ഐ എന്ന് പറയുന്ന ആ ഒരാൾ, ഞാൻ, അതായത് ജിം കോർബറ്റ് തന്നെയാണ്. ഞാൻ മൊക്കേമെ ഗട്ടിൽ 10 വർഷമായിട്ട് ഉണ്ട്. ഒരു വലിയ തൊഴിലാളി സേനയെ ഞാൻ എംപ്ലോയ് ചെയ്യുന്നുണ്ട്, ഞാൻ നിയമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിയന്ത്രിക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ എനിക്ക് അനുവദിച്ചിട്ടുള്ള ഈ ഒരു വീടിനകത്ത് എൻ്റെ സൂപ്പർവിഷനിൽ, അതായത് എൻ്റെ മേൽനോട്ടത്തിൽ കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. ബാക്കിയുള്ളവർ സറൗണ്ടിങ് ആയിട്ടുള്ള ചുറ്റുപാടുള്ള ഗ്രാമങ്ങളിലൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. അങ്ങനെ എൻ്റെ സ്വന്തം ആളുകളിലും ഈ ഗ്രാമത്തിലുള്ള ആളുകളിലൊക്കെ ആയിട്ട് ഒരുപാട് കോളറ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു, ഇങ്ങനെയൊരു അസുഖം എനിക്ക് വരികയാണെങ്കിൽ നല്ലവരായ സമരിയക്കാർ എന്നോട് കരുണ കാണിക്കുകയും എൻ്റെ തലയിലൂടെ ബുള്ളറ്റ് കയറ്റുകയോ അല്ലെങ്കിൽ ഒപ്പിയം എന്ന് പറയുന്നത് ഒരു ഡ്രഗാണ്, അതിന് ഓവർഡോസായിട്ട് എനിക്ക് തരികയോ ചെയ്തിരുന്നു എങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന്. Few will agree with me that of the tens of thousands of people reported as having died of cholera each year, at least half die not of cholera but of fear. 10,000-കണക്കിന് ആളുകളിൽ കുറച്ച് പേര് മാത്രം ഞാൻ പറയുന്നതിനോട് യോജിക്കും. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ കോളറ കാരണം മരിച്ചിട്ടുണ്ട്. അതിൽ പലരും ഹാഫ് ഡൈ, പകുതി മരിച്ചിട്ടും ഉണ്ട്. അതിനുള്ള കാരണം കോളറയല്ല, കാരണം ഭയമാണ്. അതായത് കോളറ വന്ന് മരിക്കുമോ എന്നുള്ള ഭയം കൊണ്ട്. അത് എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് കോവിഡൊക്കെ വന്ന സമയത്ത്, തുടക്ക സമയത്ത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഭയപ്പെടുത്തലും അല്ലെങ്കിൽ ഭയം ഒക്കെ ആയിരുന്നല്ലോ ആ ഒരു സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചവരും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. ഞാൻ ഭയപ്പെടുത്തുക എന്നുദ്ദേശിച്ചത്
ആർക്കും ഈ ഒരു വൈറസിനെ കുറിച്ചൊക്കെയുള്ള കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അത് തന്നെ ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുപോലെ ഇവിടെ കൊളറ കാരണമല്ലാതെ കൊളറ വന്നാൽ മരിക്കുമോ എന്നുള്ള ഭയം കൊണ്ടും അല്ലെങ്കിൽ കൊളറ തനിക്ക് വരുമോ എന്നുള്ള ഭയം കൊണ്ടൊക്കെ മരിച്ചവരും ഉണ്ട് എന്നാണ് നമ്മുടെ ജിം കോർബറ്റ് പറയുന്നത്. വി ഹു lives in India as distinct from those who visit the country for a longer or shorter period are fatalist, believing that a man cannot die before his allotted time. This, however, does not mean that we are indifferent to epidemic disease. Cholera is dreaded throughout the land, and when it comes in epidemic form, as many die of stark fear as die of the actual disease. ഇന്ത്യയിൽ താമസിക്കുന്ന ഞങ്ങൾ കുറച്ച് സമയത്തേക്കോ കൂടുതൽ സമയത്തേക്കോ രാജ്യം വിസിറ്റ് ചെയ്യുന്നവരിൽ നിന്നും വ്യത്യസ്തമായി, അതായത് ഇന്ത്യക്കാർക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് എന്നാണ് ജിം കോർബറ്റ് ഇവിടെ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ വി ആർ ഇന്ത്യൻസ്, നമ്മൾ ഫേറ്റലിസ്റ്റാണ്. അതായത് ഒരു മനുഷ്യന് അവൻ അനുവദിച്ചിട്ടുള്ള സമയം തീരുന്നതിന് മുമ്പ് മരിക്കാൻ കഴിയില്ല. ഈ കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്ത്യക്കാർ. ഇതിനർത്ഥം നമ്മൾ പകർച്ചവ്യാധികളോട് നിസ്സംഗരാണ് എന്നതല്ല. കോളറ ലാൻഡിലുടനീളം, ദേശത്തുടനീളം ഭീതിജനകമാണ്. പകർച്ചവ്യാധിയുടെ രൂപത്തിൽ വരുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു അസുഖം കാരണമല്ലാതെ ഭയം മൂലം മരിക്കുന്നവരും ഉണ്ട്. എപ്പിഡമിക് വേർഡ് മീനിങ് പകർച്ചവ്യാധി. There is no question that the man in my Pankakuli's house was suffering from a bad attack of cholera, and if he was to survive, his faith and my crude treatment alone would pull him through. For the only medical aid within miles was a brood of a doctor, as callous as he was inefficient, and whose fat oily throat I am convinced I should have one day had the pleasure of cutting had not a young probationer clerk who had been sent to me to train found a less messy way of removing this medico, who was hated by the whole staff. അപ്പം എൻ്റെ പങ്കാക്കൂലിയുടെ വീട്ടിലുള്ള ആ ഒരു മനുഷ്യന് കോളറയുടെ വേസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ കോളറയുടെ ആ ഒരു മോശമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് കോളറയുടെ ആ ഒരു മോശമായിട്ടുള്ള അവസ്ഥ അയാളിലുണ്ട്. അയാൾ അതിജീവിക്കണമെങ്കിൽ അയാളുടെ വിശ്വാസവും എൻ്റെ പരുക്കമായിട്ടുള്ള, എൻ്റെ ക്രൂഡായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും പരിചരണവും മാത്രമേ അയാളിലേക്ക് ഒരു അതിജീവനം എന്നുള്ളത് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ അടുത്തുള്ള ഒരു മെഡിക്കൽ എയ്ഡ് എന്ന് പറയുന്നത്, ഒരു വൈദ്യസഹായം എന്ന് പറയുന്നത് ഒരു ഡോക്ടറുടെ ക്രൂരതയാണ്, ബ്രൂട്ട് ക്രൂരത. വിളിക്കുന്ന പോലെ തന്നെ അതായത് ആ ഒരു ഡോക്ടർ ഒരു ഇനെഫിഷ്യൻ്റാണ്, കാര്യക്ഷമതയില്ലാത്തവനാണ്, അല്ലെങ്കിൽ പ്രാപ്തിയില്ലാത്തവനാണ്. തടിച്ചു കൊഴുത്ത എണ്ണമയമുള്ള തൊണ്ട ഒരു ദിവസം ഞാൻ മുറിക്കുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കണം എന്ന് കരുതുന്നുണ്ട്. പരിശീലനത്തിനായി എന്നെ അയച്ച ഒരു യുവ പ്രൊബേഷണൽ ക്ലർക്ക് ദ ഹോൾ സ്റ്റാഫ്, മുഴുവൻ ജീവനക്കാരും വെറുക്കുന്ന ഈ ഒരു മെഡിക്കോയെ നീക്കം ചെയ്യുന്നതിനുള്ള കുഴപ്പമില്ലാത്ത ഒരു മാർഗം കണ്ടെത്തിയില്ല. അതായത് ആ ഒരു ഡോക്ടർ ഭയങ്കരമായിട്ടുള്ള ഇൻഎഫിഷ്യൻ്റാണ്, അയാൾക്കൊരു പ്രാപ്തിയില്ലാത്ത ഒരാളാണ്. മാത്രമല്ല അയാളൊരു ക്രൂരനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റാഫിനും, അവിടെയുള്ള എല്ലാ ആളുകൾക്കും അയാളോട് ഒരു ദേഷ്യമുണ്ട്, അയാളെ വെറുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ജിം കോർബറ്റ് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വരുന്നത് അയാൾ ചിലപ്പോൾ ഞാൻ കൊന്നേക്കാം എന്നുള്ള ആ ഒരു തരത്തിലാണ്. I could not spare much time to nurse the thin man, for I already had 3 cholera patients on my hands. From my servants I could expect no help, for they were of a different caste to the sufferer. There was no justification for exposing them to the risk of infection. However, this did not matter, provided I could instill sufficient confidence into the man that my treatment was going to make him well. To this end, I made it clear
cremating him, but to make him well, and that it was only with his cooperation that this could be effected. That first night, I feared that, in spite of our joint efforts, he would die. But towards morning, he rallied, and from then on, his condition continued to improve, and all that remained to be done was to build up his strength, which cholera drains out of the human body more quickly than any other disease. എനിക്ക് ഈ ഒരു മനുഷ്യന് വേണ്ടി മാത്രമായിട്ട് ഒരുപാട് സമയം ചിലവഴിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അയാളെ ഒരുപാട് പരിചരിക്കാനായിട്ട് കഴിയില്ല. കാരണം എനിക്ക് വേറെ 3 കോളറ പേഷ്യൻസ് എൻ്റെ കൈവശമുണ്ട്. എൻ്റെ സെർവൻസിൽ നിന്നും എനിക്ക് യാതൊരു ഹെൽപ്പും ഞാൻ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഇൻഫെക്റ്റഡ് ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം, ആ ഒരു കാര്യത്തിൽ അവർക്കും പേടിയുണ്ടാവുമല്ലോ. എന്നിരുന്നാലും ഇതൊന്നും ഞാൻ കാര്യമാക്കാതെ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രാപ്തിയോടെ തന്നെ ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ട്രീറ്റ് ചെയ്ത് ഞാൻ അവരെ സുഖപ്പെടുത്തും എന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. ആദ്യത്തെ ദിവസം രാത്രി ഞങ്ങളുടെ ആ ഒരു പരിശ്രമം, ഇങ്ങനെ അയാളെ സുഖപ്പെടുത്താനൊക്കെയുള്ള ആ ഒരു പരിശ്രമം അത് വെറുതെ ആയോ എന്ന് തോന്നിപ്പോയി. പക്ഷേ പിന്നീട് മോർണിംഗ് ആയപ്പോഴേക്കും അയാൾ ആരോഗ്യം വീണ്ടെടുത്തു. പിന്നീട് അയാളുടെ കണ്ടീഷനിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരാൻ തുടങ്ങി. അറ്റ് ദ എൻഡ് ഓഫ് എ വീക്ക് ഹി വാസ് ഏബിൾ ടു ഗിവ് മീ ഹിസ് സ്റ്റോറി. ഒരാഴ്ച കഴിയാറായപ്പോഴേക്കും അയാളുടെ സ്റ്റോറി എനിക്ക് പറഞ്ഞു തരാനായിട്ട് അയാൾക്ക് കഴിഞ്ഞു. അതായത് അത്രയ്ക്കും അയാൾ സുഖപ്പെട്ടു വന്നു എന്നുള്ള ഒരു അർത്ഥം. ഹി വാസ് എ ലാല, എ മെർച്ചൻറ്റ്, ആൻഡ് അറ്റ് വൺ ടൈം പൊസസ്ഡ് എ ഫ്ലറിഷിംഗ് ഗ്രെയിൻ ബിസിനസ്. Then he made the mistake of taking as partner a man about whom he knew nothing. For a few years the business prospered and all went well. But one day when he returned from a long journey, he found the shop empty and his partner gone. The little money in his possession was only sufficient to meet his personal debts. And bereft of credit, he had to seek employment. This he found with a merchant with whom he had traded, and for 10 years he had worked on 7 rupees a month, which was only sufficient to support himself and his wife having died shortly after his partner robbed him. He was on his way from Muzaffarpur to Gaya on his master's business when he was taken ill in the train. As he got worse on board the ferry steamer, he had crawled ashore to die on the banks of the sacred Ganges. ഇനി അയാളുടെ സ്റ്റോറി പറയുകയാണ്. അയാൾ ലാലയാണ്, അയാളൊരു വ്യാപാരിയാണ്, മെർച്ചൻ്റാണ്. ഒരു സമയത്ത് അയാൾക്ക് ഫ്ലറിഷിംഗ് ആയിട്ടുള്ള തഴച്ചു വളരുന്ന ഗ്രെയിൻ ബിസിനസ്, ധാന്യങ്ങളുടെ ബിസിനസ് ഉണ്ടായിരുന്നു. അയാൾ ചെയ്ത ഒരേ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പാർട്ട്ണറെ അയാൾ വെച്ചു. അത് ആ ഒരാളെക്കുറിച്ച് ഒരു വിവരവുമില്ല. അതായത് അറിയാത്ത ഒരാളെ പിടിച്ച് പാർട്ട്ണറാക്കി. കുറച്ച് വർഷങ്ങളൊക്കെ ബിസിനസ് ഭയങ്കര പ്രോസ്പേർഡ് ആയിരുന്നു, അതായത് അഭിവൃദ്ധിപ്പെട്ടതായിരുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പോവുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ അയാളൊരു ലോങ് ജേണി, ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് അവരുടെ ഷോപ്പ് ശൂന്യമായിട്ട് കണ്ടു. മാത്രമല്ല ആ ഒരു പാർട്ട്ണർ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് അയാളുടെ കൈവശമുണ്ടായിരുന്ന ആ ഒരു കുറച്ച് പൈസ എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള കടങ്ങളൊക്കെ വീട്ടാനുള്ളത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അയാൾക്ക് വേറൊരു ജോലി തേടേണ്ടി വന്നു. അങ്ങനെ ഇയാൾ കച്ചവടം നടത്തിയിരുന്ന ഒരു മെർച്ചൻറ്റിന് കീഴിൽ ഇയാൾ ജോലിക്ക് പോയി. അങ്ങനെ 10 വർഷത്തോളം മാസത്തിൽ 7 രൂപ ശമ്പളത്തിൽ അയാൾ അവിടെ ജോലി ചെയ്തു. അത് അയാളുടെ സ്വയം ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാൻ തികയുന്നതായിരുന്നു. അയാളുടെ ഭാര്യയും മകനും ആ പാർട്ട്ണർ അയാളെ മോഷ്ടിച്ച് പോവുക, അല്ലെങ്കിൽ അയാളെ കൊള്ളയടിച്ച് പോയ കുറച്ച് കാലത്തിന് ശേഷം അവർ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇയാളിപ്പോൾ അയാളുടെ ഈ ഒരു മാസ്റ്ററിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലായിരുന്നു. മുസാഫർപൂരിൽ നിന്നും ഗയയിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു.
അതിനിടയ്ക്ക് ഇയാൾക്ക് അസുഖം പിടിപെടുകയായിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അയാളുടെ ഈ അസുഖം മോശമായ സമയത്ത് വിശുദ്ധമായിട്ടുള്ള ഗംഗാനദിയുടെ തീരത്ത് മരിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിറങ്ങിയതായിരുന്നു. അപ്പോൾ ഇതാണ് അയാളുടെ സ്റ്റോറി. ലാലാജി, I never knew him by any other name, stayed with me for about a month, and then one day he requested permission to continue his journey to Gaya. The request was made as we were walking through the sheds, for Lalaji was strong enough now to accompany me for a short distance each morning when I set out for work, and when I asked him what he would do if on arrival at Gaya he found his master had filled his place, he said he would try to find other employment. Why not try to get someone to help you to be a merchant again? അപ്പോൾ ജിം കോർബറ്റ് പറയാണ്, ലാലാജി എന്ന് പറയുന്ന ആ ഒരു പേരിൽ മാത്രമേ എനിക്ക് അയാളെ അറിയുകയുള്ളൂ. അയാൾ ഏകദേശം ഒരു മാസത്തോളം എൻ്റെ കൂടെ താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം അയാൾ എന്നോട് യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ട്, ഗയയിലേക്കുള്ള ആ ഒരു യാത്ര കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള പെർമിഷൻ എൻ്റെ അടുത്ത് ചോദിച്ചു. അത് ഞങ്ങൾ ഷെഡിലൂടെ ഒരുമിച്ച് നടന്ന ആ ഒരു സമയത്താണ് എന്നോട് ഇങ്ങനെയൊരു റിക്വസ്റ്റ് ലാലാജി ചോദിച്ചത്. ഇപ്പോൾ ലാലാജിക്ക് എൻ്റെ കൂടെ ഒരു ചെറിയ ഡിസ്റ്റൻസിലൊക്കെ നടക്കാനായിട്ട് കഴിയും. എല്ലാ ദിവസവും രാവിലെ ഞാൻ വർക്കിന് പോകുന്ന ആ ഒരു സമയത്ത് എൻ്റെ കൂടെ ഒരു കമ്പനി എന്ന നിലയ്ക്ക് എൻ്റെ കൂടെ കുറച്ച് ദൂരം ലാലാജി നടക്കാറുണ്ടായിരുന്നു. അപ്പോൾ ലാലാജി ഇങ്ങനെയൊരു റിക്വസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മാസ്റ്റർ നിങ്ങൾക്ക് പകരം ഇപ്പോൾ വേറൊരാളെ ആ ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുണ്ടെങ്കിലോ, അപ്പോൾ നിങ്ങൾക്ക് ജോലി നഷ്ടമാവില്ലേ, അപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, അതായത് ലാലാജി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ജോലി കണ്ടെത്തും. നിങ്ങൾക്ക് വീണ്ടും ഒരു വ്യാപാരിയാകാൻ ആരുടെയെങ്കിലും സഹായം ചോദിക്കാത്തത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ അങ്ങനെ ആരുടെയെങ്കിലും സഹായം ചോദിച്ചുകൂടെ? I asked and he replied, the thought of being a merchant once again and able to educate my son is with me night and day, Sahib. But there is no one in all the world who would trust me a servant on 7 rupees a month and without any security to offer. With the 500 rupees I should need to give me a new start. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന ഈ ലാലാജിയുടെ ഭാര്യയും മകനും മരിച്ചിട്ടുണ്ടെന്നാണ്. ലാലാജിയുടെ ഭാര്യ മാത്രമേ മരിച്ചിട്ടുള്ളൂ കേട്ടോ, മകൻ മരിച്ചിട്ടില്ല, സോറി. അപ്പോൾ ജിം കോർബറ്റ് ഇങ്ങനെ ചോദിച്ചല്ലോ ലാലാജിയുടെ അടുത്ത്, നിങ്ങൾക്ക് വീണ്ടും ഒരു വ്യാപാരിയാകാൻ ആരുടെയെങ്കിലും സഹായം ചോദിക്കാമല്ലോ എന്നുള്ള ഒരു കാര്യം ചോദിച്ച സമയത്ത് ലാലാജി പറഞ്ഞത്, വീണ്ടും ഒരു വ്യാപാരിയാകാനും എൻ്റെ മകനെ നന്നായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാനും അവന് വിദ്യാഭ്യാസം നൽകാനും ഈ 2 കാര്യങ്ങളും എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ ചിന്തയിലുള്ള കാര്യങ്ങളാണ്. അത് ഡേ ആൻഡ് നൈറ്റ്. പക്ഷേ ഇന്ന് ഈ ലോകത്തിൽ എന്നെ വിശ്വസിക്കാൻ മാത്രം ആരുമില്ല. എന്നെ ഒരു സെർവൻ്റ് എന്ന നിലയിൽ, ഒരു 7 രൂപയ്ക്ക് ഉള്ള ഒരു സെർവൻ്റ് എന്ന നിലയിൽ പോലും എന്നെ വിശ്വസിക്കാനായിട്ട് ആരുമില്ല. മാത്രമല്ല ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാതെ എനിക്കൊരു 500 റുപ്പീസ് തരാനായിട്ട് ആരുമില്ല. അത് എനിക്കൊരു ന്യൂ സ്റ്റാർട്ട് നൽകാനായിട്ട്. അതായത് ഇപ്പോൾ ഒരു മെർച്ചൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു 500 റുപ്പീസ് എനിക്ക് വേണം. അത് എനിക്ക് യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാതെ തരാനായിട്ട് ആരുമില്ല. The train for Gaya left at 8 p.m. and when that evening I returned to the bungalow a little before that hour, I found Lalaji with freshly washed clothes and a bundle in his hand, a little bigger than he had arrived with, waiting in the veranda to say goodbye to me. When I put a ticket for Gaya and 5 100 rupee notes into his hand, he, like the man with the cold-grimmed face, was tongue-tied. All he could do was to keep glancing from the notes in his hand to my face until the bell that warned passengers the train would leave in 5 minutes rang. The putting his head on my feet, he said,
Within 1 year, your slave will return you this money. ഓക്കെ, അപ്പോൾ ഗയയിലേക്കുള്ള ട്രെയിൻ 8 മണിക്ക് പുറപ്പെട്ടു. അതിൻ്റെ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ ബംഗ്ലാവിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഞാൻ കണ്ടത് ലാലാജി ഒരു ഫ്രഷ്ലി വാഷ്ഡ് ആയിട്ടുള്ള, അതായത് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു കയ്യിലൊരു ബാണ്ടക്കെട്ടും ഉണ്ട്, ഒരു ബണ്ടിലുണ്ട്. അത് അയാൾ വന്നിരുന്നപ്പോഴേക്കാളും കുറച്ചുകൂടെ വലുപ്പം കൂടിയ ഒരു ബണ്ടിലാണ്. അങ്ങനെ ലാലാജി എന്നെ വെയിറ്റ് ചെയ്യാണ് എന്നോട് ഗുഡ് ബൈ പറയാനായിട്ട്. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ ഗയയിലേക്കുള്ള ടിക്കറ്റും അതുപോലെ 500 റുപ്പീസും വെച്ചു കൊടുത്തു. ആ സമയത്ത് കനൽ കലർന്ന മുഖമുള്ള ആ മനുഷ്യൻ നാവ് കെട്ടിയിരുന്നു. അതായത് അങ്ങനെ ആ പൈസയൊക്കെ വെച്ചു കൊടുത്ത സമയത്ത് അയാൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. അയാൾ അത്ഭുതപ്പെട്ടു പോയി, അല്ലെങ്കിൽ അയാൾക്ക് ഒരു തരത്തിലുള്ള ഒരു വികാരം വന്നു. അങ്ങനെ ട്രെയിൻ പുറപ്പെടുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് അയാൾ ഈ ലാലാജി വന്നിട്ട് ജിം കോർബറ്റിൻ്റെ കാൽക്കൽ തല വെച്ചിട്ട് പറയുകയാണ്, വിത്തിൻ 1 year യുവർ സ്ലേവ് വിൽ റിട്ടേൺ യു ദിസ് മണി. 1 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ അടിമ ഈ പണം നിങ്ങൾക്ക് തിരിച്ചു തരും. And so Lalaji left me, taking with him the greater part of my savings. That I would see him again I never doubted, for the poor of India never forget a kindness. But the promise Lalaji has made was, I felt sure, beyond his powers of accomplishment. In this I was wrong, for returning late one evening, I saw a man dressed in spotless white standing in my veranda. The light from the room behind him was in my eyes, and I did not recognize him until he spoke. It was Lalaji, come a few days before the expiry date of the time limit he had set himself. That night, as he sat on the floor near my chair, he told me of his trading transactions and the success that had attended them, starting with a few bags of grain and being content with the profit of only 4 annas per bag. He had gradually and steadily built up his business until he was able to deal in consignments up to 30 tons in weight, on which he was making a profit of 3 rupees per ton. His son was in a good school. As he could now afford to keep a wife, he had married the daughter of a rich merchant of Patna. All this he had accomplished in a little under 12 months. As the time drew near for his train to leave, he laid 5 100 rupee notes on my knee. Then he took a bag from his pocket, held it out to me and said, "This is the interest, calculated at 25%, that I owe you on the money you lent me." I believe I deprived him of half the pleasure he had anticipated from his visit when I told him it was not our custom to accept interest from our friends. അങ്ങനെ ലാലാജി എന്നെ വിട്ടുപോയി, എൻ്റെ സേവിങ്സിൻ്റെ ഒരു വലിയ പാർട്ടും എടുത്തുകൊണ്ട്. ഇത് ശരിക്കും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് തന്നെ ഈ 500 രൂപ, നേരത്തെ പറഞ്ഞ 7 രൂപ, ഇതൊക്കെ വലിയ എമൗണ്ടാണ്. അതിന് എനിക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല അയാളെ ഇനി ഞാൻ ഒരിക്കലും കാണില്ല എന്നുള്ളത്. ഇന്ത്യയിലുള്ള പാവപ്പെട്ടവർ ഒരിക്കലും ഒരു ദയയും മറക്കില്ല. അപ്പം ജിം കോർബറ്റ് പറയുന്നത് ഞാൻ ഒരിക്കലും ഇനി അയാളെ കാണില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് എന്നാണ്. പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് തെറ്റി. ഒരു ദിവസം വൈകുന്നേരം ലേറ്റായിട്ട് ഞാൻ ബംഗ്ലാവിലേക്ക് തിരിച്ചു വന്ന സമയത്ത് ഒരു മാൻ എൻ്റെ വരാന്തയിൽ നിൽക്കുന്നത് കണ്ടു. ഒരു വെള്ള വസ്ത്രം ധരിച്ചിട്ടായിരുന്നു അയാൾ ഉണ്ടായിരുന്നത്. അയാളുടെ പുറകിൽ നിന്നും ലൈറ്റ് വന്നതുകൊണ്ട് തന്നെ അയാൾ ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. അയാൾ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് അത് ആരാണ് എന്നുള്ളത് മനസ്സിലായത്. അത് ലാലാജി ആയിരുന്നു. ലാലാജി അയാൾക്ക് സ്വയം സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പയറി ഡേറ്റിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അയാളിപ്പോൾ വന്നിട്ടുള്ളത്.
അന്ന് രാത്രി അയാൾ എൻ്റെ അടുത്ത്, ഞാൻ ചെയറിലിരുന്നപ്പോൾ എൻ്റെ അടുത്ത് നിലത്ത് ഇരുന്നുകൊണ്ട് അയാളുടെ ട്രാൻസാക്ഷൻസ്, ബിസിനസ് പരമായിട്ടുള്ള ട്രാൻസാക്ഷൻസ്, വിനിമയങ്ങളൊക്കെ അയാൾ എന്നോട് സംസാരിച്ചു. കുറച്ച് ബാഗിൽ ധാന്യങ്ങളുമായിട്ടാണ് അയാൾ ബിസിനസ് തുടങ്ങിയത്. അതിൽ ഒരു ബാഗിന് 4 അണയാണ് ഒരു പ്രോഫിറ്റായിട്ട് കിട്ടിയിരുന്നത്. ആ സ്ഥലത്ത് നിന്നും അയാൾ ഗ്രാജുവലി 30 ടണ്ണിൻ്റെ ഗ്രെയിൻസ് ബിസിനസ് ചെയ്യാൻ തുടങ്ങിയ ആ ഒരു രീതിയിലേക്ക് അയാൾ എത്തി. മാത്രമല്ല അതിൽ 1 ടണ്ണിന് 3 രൂപ വെച്ച് പ്രോഫിറ്റ് കിട്ടാനും തുടങ്ങി. അതായത് അയാളുടെ ബിസിനസ് വളർന്നുകൊണ്ടേയിരുന്നു. അയാളുടെ മകൻ ഇപ്പോൾ ഒരു നല്ല സ്കൂളിലാണ് പഠിക്കുന്നത്. അതുപോലെ അയാൾക്കിപ്പോൾ ഒരു ഭാര്യയെ അഫോർഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ അയാൾ ഒരു റിച്ച് മെർച്ചൻ്റ്, പട്നയിലെ ഒരു ധനികനായ ഒരു വ്യാപാരിയുടെ മകളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തത് അയാൾ 12 മാസത്തെ ഒരു ഇടവേളയിലാണ് ഇത്രയും കാര്യങ്ങൾ അയാൾ ചെയ്തത്. പിന്നീട് അയാളുടെ ട്രെയിന് പോകാൻ നേരത്ത് അയാളെ എൻ്റെ കാൽക്കൽ ഒരു 500 രൂപ നോട്ട് വെച്ചു. എന്നിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്നും ഒരു ബാഗ് എടുത്തുകൊണ്ട് എന്നോട് പറഞ്ഞു, ഇത് നിങ്ങൾ എനിക്ക് തന്ന പൈസയുടെ പലിശയാണ്, 25% വെച്ച് കൂട്ടിയിട്ടുള്ള പലിശയാണ് ഇതിനകത്തുള്ളത്. ഇത് ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു, സുഹൃത്തുക്കളിൽ നിന്നും ഞാൻ ഇൻട്രസ്റ്റ് സ്വീകരിക്കാറില്ല, അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ നിന്നും ഇൻട്രസ്റ്റ് സ്വീകരിക്കുന്നത് ഞങ്ങളുടെ ഒരു പതിവല്ല എന്നുള്ള നിലയ്ക്ക് ഇയാൾ സംസാരിച്ചു. അതായത് ജിം കോർബറ്റ് പറഞ്ഞു, അതായത് ആ പൈസ എനിക്ക് വേണ്ട എന്നുള്ള ആ ഒരു തരത്തിൽ. അപ്പോൾ എനിക്ക് ഉറപ്പായി അയാൾ വന്നതിലുള്ള, അയാളുടെ ആ ഒരു വിസിറ്റിലുള്ള, അതായത് ലാലാജിയുടെ വിസിറ്റിലുള്ള സന്തോഷത്തിൻ്റെ പകുതിയും ഞാൻ ആ ഒരു കാര്യം പറഞ്ഞതോടുകൂടി നഷ്ടപ്പെടുത്തി എന്നുള്ളത്. അതായത് ആ കടം കൊടുത്ത ആ പൈസ, ആ 500 രൂപയുടെ ആ പൈസയും അതിൻ്റെ പലിശയും കൂടി തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാലാജി വന്നിട്ടുള്ളത്. പക്ഷേ ജിം കോർബറ്റ് ആ പൈസ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് സങ്കടമായി. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ജിം കോർബറ്റിൻ്റെ ലാലാജി എന്നുള്ള ഈ ഒരു പ്രോസിലെ സ്റ്റോറി ഭാഗം. അപ്പോൾ പാർട്ട് 2 ആയിട്ട് ബാക്കി ഭാഗങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.